വിഷുവൊക്കെ കഴിഞ്ഞ് 2-3 ദിവസമായി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ വിഷുവിൻ്റെ വീഡിയോ വരുന്നത്. എന്താ വെച്ചാൽ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് സാരമില്ല, ഇവിടെ ഒരു വീഡിയോ കിടക്കട്ടെ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. അച്ഛനാണ് കേട്ടോ കണി കാണുന്നത്. കുട്ടികളെ വീഡിയോ ആണ് ഞാൻ സാധാരണ എടുക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം അച്ഛൻ്റെ വീഡിയോ ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ അച്ഛൻ കണി കാണുമ്പോഴാണ് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒരുക്കി വെച്ചു, എല്ലാം സെറ്റപ്പാക്കിയിട്ട് രാത്രി ഒരു 11:30 ആയി ഞങ്ങൾ കിടക്കുമ്പോൾ. അത് കഴിഞ്ഞ് 3:50 ആകുമ്പോൾ അലാറം വെച്ച് അമ്മ എഴുന്നേറ്റു. അമ്മ ആദ്യം വിഷുക്കണി കണ്ടിട്ട് വിളക്ക് കൊളുത്തിയിട്ട് എന്നെ വിളിച്ചു. എന്നിട്ടാണ് ഞാൻ വിഷുക്കണി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കളെന്നെ ഓരോരുത്തരെന്നെ ആയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. എല്ലാവരും കണ്ടതിന് ശേഷം അച്ഛനെ വിളിച്ചു കേട്ടോ. അപ്പോൾ അത് കാരണം അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അച്ഛൻ തൊഴണത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇത് കഴിഞ്ഞ് കുട്ടികളൊക്കെ വീണ്ടും കിടന്നുറങ്ങി. പടക്കം പൊട്ടിക്കാനൊന്നും നിന്നില്ല. സാധാരണ പടക്കം പൊട്ടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുക ചെയ്യാൻ. ഇപ്രാവശ്യം എന്തോ അവർക്ക് നല്ല ക്ഷീണമായിരുന്നു തോന്നുന്നു. അവർ വേഗം കിടന്നുറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം, ഞാനും അമ്മയും കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് നിന്നിട്ട് പിന്നെ അടുക്കളപ്പണിയിലേക്ക് കിടന്നു കേട്ടോ. അമ്മ കുളിച്ച് വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കണ ഡ്യൂട്ടിയായിരുന്നു എനിക്ക്. ഒരുവിധം പണികളൊക്കെ തീർത്തിട്ട് അമ്മയും അച്ഛനും കൂടി അമ്പലത്തിലേക്ക് പോയി. ഇതാണ് കേട്ടോ നമ്മുടെ സദ്യ. പുളിയിഞ്ചി, അച്ചാർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ വന്നിരുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് മേല് കഴുകി നമ്മളെ പാച്ചൂട്ടി പോയിട്ട് വേഗം വിളക്കൊക്കെ വെച്ചു. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ അവനാണ് വിളക്ക് വയ്ക്കുന്നത്. അവൻ്റെ ഡ്യൂട്ടിയിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികളും ചേച്ചിയും കൂടി വന്നു. അതിൻ്റെ കൂടെ അപ്പവും വന്നു. അപ്പോൾ 2-3 പ്രാവശ്യം വന്നിട്ട് അമ്മേനെയും അച്ഛനെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരേനെ സെപ്പറേറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടമൊക്കെ കിട്ടി. അടിപൊളി വിഷു ആയിരുന്നു കേട്ടോ.